എന്താണ് IVF അഥവാ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ? കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കപ്പിൾസിന് ബാക്കി ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ ഫെയിൽ ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇത് ഫീമെയിൽ പാർട്ണറിൻ്റെ എഗ്ഗും മെയിൽ പാർട്ണറുടെ സ്പേമും കൂടെ ലാബിൽ ഇൻക്യുബേറ്റ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്ത് എംബ്രിയോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ എംബ്രിയോസിനെ 3 to 5 days ലാബിൽ തന്നെ വളരാൻ അനുവദിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എംബ്രിയോസിനെ നമുക്ക് അപ്പോൾ തന്നെ വേണമെങ്കിൽ ഫ്രഷ് ട്രാൻസ്ഫർ യൂട്രസിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഈ എംബ്രിയോസിനെ day 3, day 5 ഫ്രീസ് ചെയ്യാവുന്നതാണ്. ഫ്രീസ് ചെയ്തിട്ട് പിന്നീട് എൻഡോമെട്രിയം ഫേവറബിൾ ആകുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. IVFൻ്റെ സക്സസ് റേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ഗുഡ് ക്വാളിറ്റി എഗ്സ് കിട്ടുന്നതിലാണ്. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ സ്റ്റെപ്സ് പ്രോസസ്സാണ് ഈ IVF. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റിമുലേഷൻ ഓഫ് ഓവറീസ്. ഇതിനായിട്ട് നമ്മൾ ഈ സ്റ്റിമുലേഷൻ ഓഫ് ഓവറി തുടങ്ങുന്നതിന് മുന്നേ പേഷ്യൻ്റ് ഒരു ബേസിക് പെൽവിക് സ്കാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്കാനിൽ ഫോളിക്കിളിൻ്റെ സൈസ് 10 millimeter താഴെ ഉണ്ടാവണം സ്റ്റിമുലേഷൻ തുടങ്ങുന്നതിന് മുന്നേ. മാത്രമല്ല ബേസിക് ഹോർമോൺസ് FSH, LH, ഈസ്ട്രഡയോൾ, പ്രൊജസ്ട്രോൺ ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞ് സ്റ്റിമുലേഷൻ തുടങ്ങുന്നത് 2nd day ഓഫ് ദ പീരീഡ് തൊട്ടാണ് സ്റ്റിമുലേഷൻ തുടങ്ങുന്നത്. ഇതിനായിട്ട് പേഷ്യൻറ്റിന് ഇഞ്ചെക്ഷൻസ് 2nd day തൊട്ട് ആവറേജ് ഒരു 10 days കൊടുക്കാറുണ്ട്. ഈ ഇഞ്ചെക്ഷൻ ദിവസവും ഒരേ സമയത്ത് എടുക്കുന്നതാണ് പ്രിഫറൻസ്. മാത്രമല്ല ഈ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് ഇൻസുലിൻ എടുക്കുന്ന പോലെ ഫാറ്റ് സബ്ക്യൂട്ടേനിയസ് പ്ലെയിനിലോട്ടാണ് ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത്. സ്റ്റിമുലേഷൻ ഇഞ്ചെക്ഷൻ എടുക്കുന്ന കൂടെ തന്നെ പേഷ്യൻ്റെ ഫോളിക്കുലർ ഗ്രോത്തും മോണിറ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് പേഷ്യൻ്റ് അൾട്രാസൗണ്ട് ചെയ്ത് ഫോളിക്കുലർ ഗ്രോത്തും മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡിൽ ഈസ്ട്രജൻ്റെ അളവ് മോണിറ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഫോളിക്കുലർ ഗ്രോത്ത് ഒരു 70 to 19 millimeters ആകുമ്പോഴാണ് അത് ഏകദേശം മെച്ചതെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു 70 to 19 millimeters ഉള്ള ഒരു 4 ഫോളിക്കുലർ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഈ ഫൈനൽ മെച്ചുറേഷനുള്ള ഇഞ്ചെക്ഷൻ അതായത് ട്രിഗർ കൊടുക്കാവുന്നതാണ്. ഫൈനൽ മെച്ചുറേഷനുള്ള ഇഞ്ചെക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 36 hours കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എഗ് റിട്രീവൽ ചെയ്യാവുന്നതാണ്. താങ്ക് യു.